ഒരു പൊളി വീഡിയോ കാണിച്ചു തരാം. നോക്കിയാ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സാധാരണ സംഭവമോ സാഹചര്യമല്ല. എന്നാൽ ഇങ്ങനെ നടന്നുകൂടായൊന്നുമില്ല. ഒരു അക്രമി കത്തി ഉപയോഗിച്ചൊരു സ്ത്രീയെ ബന്ദിയാക്കി വെച്ച് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു. ചുറ്റും കുറെ മല്ലന്മാരെ കണ്ട്. പക്ഷെ അവരല്ല, ഇതാണ് നമ്മുടെ ഹീറോ. അദ്ദേഹം ഒരു മല്ലനല്ല, അത്ര ചെറുപ്പമല്ല. പക്ഷേ ആ സ്ത്രീക്ക് പകരം ബന്ദിയാക്കപ്പെടുന്നു. പുള്ളി ഒരു മണ്ടനാണോ അത് ധീരനാണോ? ഒരിക്കലും മണ്ടനല്ല. അദ്ദേഹത്തിന് സാഹചര്യത്തെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. തക്ക അവസരം കിട്ടിയപ്പോൾ ആ അക്രമിയുടെ കയ്യിൽ നിന്നും കത്തി തട്ടിപ്പറിച്ച് അയാളെ കീഴ്പ്പെടുത്താൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? ആ സ്ത്രീക്ക് സ്വയം ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതൊരു സ്ത്രീ ആയതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. അവിടെ കൂടിയിരുന്ന ആളുകൾ ഏറ്റവും ശക്തനായ മനുഷ്യൻ അദ്ദേഹമല്ലായിരുന്നു. മറിച്ച് അദ്ദേഹം പ്രിപ്പയർഡ് ആയിരുന്നു. സിറ്റുവേഷനെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് സിറ്റുവേഷണൽ അവയർനെസ് ആൻഡ് പ്രിപ്പയർനെസ്. ഹൗ വെൽ യു ആർ പ്രിപ്പയർഡ്. സെൽഫ് ഡിഫൻസിന്റെ കാതൽ, കോർ ഇത് തന്നെയാണ്. ചുറ്റും നടക്കുന്നതിനെ പറ്റി ഒരു ബോധ്യം ഉണ്ടാവുക. ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ വന്നാൽ അതങ്ങനെ ഡീൽ ചെയ്യാം എന്നതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവുക. ഉദാഹരണം, ഒഴിവാക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ ഒഴിവാക്കുക എന്നൊരു കോമൺ സെൻസ്. ഈ കോമൺ സെൻസ് എങ്ങനെ ഉണ്ടാക്കാം? കുംഫു, ജൂഡോ, MMA, ബോക്സിംഗ്, കരാട്ടെ, ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ പീക്ക് അത്ലറ്റിസവും സ്കില്ലും ഡിസിപ്ലിനും എല്ലാം പുറത്തുകൊണ്ടുവരാൻ കഴിയുന്ന ഒരുപാട് മാർഷൽ ആർട്സ് ആൻഡ് കോമ്പാറ്റ് സ്പോർട്സ് ഉണ്ട്. പക്ഷെ മോസ്റ്റ്ലി നൗഡേയ്സ് ഇതെല്ലാം ഒരു കോമ്പറ്റീഷൻ പേഴ്സ്പെക്റ്റീവിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അവിടെ ഒരു സെറ്റ്സ് ഓഫ് റൂൾസ് ഉണ്ട്, ഒരു ട്രോഫി ഉണ്ട്, റഫറി ഉണ്ട്, വെയിറ്റ് കാറ്റഗറീസ് ഉണ്ട്. ഐ എം ടോക്കിംഗ് അബൌട്ട് ക്രൗ മഗ. ക്രൗ മഗ ഇസ് ഡിഫറെൻറ്റ്. ഇത് റിയൽ ലൈഫ് സിറ്റുവേഷന് വേണ്ടി അല്ലെങ്കിൽ സ്ട്രീറ്റിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു സിസ്റ്റമാണ്. സ്ട്രീറ്റിൽ റൂൾസ് ഇല്ല, വെയിറ്റ് കാറ്റഗറീസ് ഇല്ല, റെഫറി ഇല്ല, ട്രോഫി ഇല്ല. അവിടെയുള്ളത് ചിലപ്പോൾ ആയുധങ്ങളായി വരെ നമ്മൾ ഉപദ്രവിക്കാൻ നിൽക്കുന്ന എതിരാളികളോ മാത്രമേ ഉള്ളൂ. ഇവിടെ ആവശ്യം സിറ്റുവേഷണൽ അവയർനെസ്സും ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസും അതുപോലെ തന്നെ നമ്മളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ബോധ്യവുമാണ്. ഇവിടെ സർവൈവലാണ് ട്രോഫി. ക്രൗ മഗയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ജോൺ വിക്ക്, ഇക്വലൈസർ പോലുള്ള ഹോളിവുഡ് സിനിമകളിൽ അവർ ഫൈറ്റ് കൊറിയോഗ്രഫിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ക്രൗ മഗ. നമ്മുടെ ശരീരത്തിൻ്റെ ബയോഡൈനാമിക്സിന് അനുയോജ്യമായി ഇത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഏത് പ്രായക്കാർക്കും വളരെ ഈസിയായി എഫക്റ്റീവായി ക്രൗ മഗ യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഗിമിക്സോ എക്സാജറേറ്റഡ് മൂവ്മെൻറ്റ്സോ ഒന്നും ഇതിലില്ല. അതുകൊണ്ട് തന്നെയാണ് അത് വളരെ റിയലും ഇന്ത്യൻസുമായി ഫീൽ ചെയ്യുന്നത്. ഒരു ഇടിയിൽ വില്ലന്മാർ 100 മീറ്റർ നിൽക്കുന്ന ഇന്ത്യൻ സിനിമകളിലെ കാര്യം വ്യത്യസ്തമാണ്. അത് എൻ്റർടൈൻമെൻറ്റിന് ഫണ്ടിനും വേണ്ടി സിനിമാറ്റിക്കായി ചിത്രീകരിച്ചതാണ്. പക്ഷെ അത് സ്ക്രീനിൽ മാത്രം. ദ റിയൽ വയലൻസ് ഡസൻ ലുക്ക് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് വെരി മെസ്സി, ഇറ്റ്സ് കയോട്ടിക്, ഇറ്റ്സ് ഡേർട്ടി. ഹീറോ സിനിമയിൽ ജയിക്കുന്നത് സ്ക്രിപ്റ്റിൻ്റെ ബലം കൊണ്ടാണ്. ജീവിതത്തിൽ നിങ്ങൾ ജയിക്കുന്നത് നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ബലം കൊണ്ടാണ്. സോ ട്രെയിൻ ഫോർ ദ ഡേ ദാറ്റ് യു ഹോപ്പ് നെവർ കംസ്. That's your 1% today, 1% for that with Crown Global. Solan Joseph signing off.